ഹലോ, ജയനാണ്. ഞാൻ റോബിനാണേ, മറ്റേ കുമളിക്കേറ്റിലെ ഹോട്ടലിൻ്റെ ഉടമ. അവിടുന്ന് ജില്ലാ കമ്മിറ്റികളിലൊക്കെ നമുക്ക് ഈ 2 ലക്ഷം രൂപ വെച്ച് കഴിഞ്ഞ ആഴ്ച പിരിച്ചിട്ടുണ്ട്. നമുക്ക് വക്കീലിന് കൊടുക്കാനല്ല, ബെഞ്ചിന് കൊടുക്കാനാണെന്നും പറഞ്ഞാൽ സത്യമാണ്. ഈ ബെഞ്ചിന് കൊടുക്കുന്ന പറഞ്ഞാൽ സുപ്രീം കോടതിയിലൊക്കെ അവർക്ക് അങ്ങനെ മേടിക്കുന്നവരായിരിക്കും. അതാണ് എൻ്റെ ഒരു സംശയം. അങ്ങനെയാണ് ബെഞ്ചിന് സുപ്രീം കോടതിയിൽ അങ്ങനത്തെ വലിയ സൗകര്യമുണ്ട്. വിശ്വസിക്കാം, നമുക്ക് അനുകൂലമായിട്ട് തന്നെ വരും അവസാനം. കംപ്ലീറ്റ് ജുഡീഷ്യറിയും കറക്റ്റഡാണ്. എല്ലായിടത്തും വളരെ ക്ലോസ് ആയിട്ടുള്ളവരോട് പറയുന്നുണ്ട്. ചേട്ടൻ കൊടുത്തോ? പൈസ കൊടുത്തോ? ഞാൻ കൊടുത്തിട്ടില്ല. കൊടുക്കുന്നു. എനിക്ക് വേണ്ടി വേറൊരാൾ കൊടുത്തിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിലെ ഒരു ബാറുടമയുടെ വെളിപ്പെടുത്തലാണിത്. സർക്കാരിന്റെ മദ്യനയം ചോദ്യം ചെയ്തുള്ള കേസ് നടത്താൻ ലീഗൽ ഫണ്ട് പിരിച്ച ശേഷം കഴിഞ്ഞ ആഴ്ച ബാറുടമകളിൽ നിന്ന് വീണ്ടും അസോസിയേഷൻ പണം പിരിക്കുന്നുവെന്ന വിവരത്തെ തുടർന്ന് ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ ബാറുടമകൾ വെളിപ്പെടുത്തിയത്. ബാർക്കോഴ കേസിൽ സാക്ഷിമൊഴി നൽകിയ ബാറുടമകളുടെ ഫോൺ നമ്പറുകൾ കോടതിയിൽ നിന്ന് ലഭിച്ച രേഖകളിൽ ഉണ്ടായിരുന്നു. ഈ നമ്പറുകളിലാണ് ഞങ്ങൾ ബന്ധപ്പെട്ടത്. മറ്റൊരു ജില്ലയിലെ ബാറുടമ എന്ന പേരിലാണ് മിക്കവരുമായി സംസാരിച്ചത്. പണം പിരിക്കുന്നുവെന്ന് പറഞ്ഞ ആദ്യത്തെ ബാറുടമയുടെ വെളിപ്പെടുത്തൽ സത്യമാണോ എന്നറിയാൻ കോഴിക്കോട് ജില്ലയിലെ ബാറുടമകളുടെ ഭാരവാഹിയെ വിളിച്ചു. പണപ്പിരിവ് നടക്കുന്നുണ്ടെന്നും അഭിഭാഷകർ മുഖേന കോടതിയെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും ബാറുടമ വെളിപ്പെടുത്തി. വയ്യോട്ടനല്ലേ? വയ്യോട്ട, ഞാൻ അനിലാണ്, കൊല്ലത്ത് മുത്തോടം ബാറിൻ്റെ ഉടമ. ബെഞ്ചിലെ സുപ്രീം കോടതിയിലെ ജഡ്ജസിന് കൊടുക്കാൻ വേണ്ടി 2 വെച്ച് കൊടുക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇവരെ പിടിച്ചത് കിട്ടിയെന്നറിയില്ല. ഒരു ശ്രമിക്കുന്നുണ്ട്. വേറെ പല വക്കീൽ ത്രൂവും മറ്റേ വക്കീൽ ത്രൂ എല്ലാം കോണ്ടാക്ട് ചെയ്തിട്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇനി കോട്ടയത്തുള്ള ബാറുടമയെ കൊല്ലത്തുള്ള ബാറുടമ എന്ന പേരിൽ ബന്ധപ്പെട്ടു. അസോസിയേഷന്റെ ചില നേതാക്കൾ പണപ്പിരിവിന്റെ കാര്യം സൂചിപ്പിച്ചുവെന്നും തന്റെ ആലപ്പുഴയിലുള്ള അങ്കിൾ മുഖേനയാണ് ബന്ധപ്പെട്ടതെന്നും 2 ലക്ഷമല്ല 5 ലക്ഷമാണ് ചോദിച്ചതെന്നും ബാറുടമ പറഞ്ഞു. ഹലോ, ടോമേട്ടനല്ലേ? അവിടെ രവീന്ദ്രനാണ് കൊല്ലത്തുനിന്ന്, അർച്ചന ബാറിൻ്റെ ഉടമ. വിധി അനുകൂലമായിട്ട് ലഭിക്കും, ജഡ്ജിന് കൊടുക്കാൻ വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞ് പൈസ പിരിക്കുന്നുണ്ട്. അത് കോട്ടയത്ത് അങ്ങനെ വല്ല നിർദ്ദേശം ലഭിച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയായിരുന്നു. അങ്ങനെ പറഞ്ഞായിരുന്നു. എന്റെ അടുത്ത് എന്റെ അങ്കിളാ കുറിച്ച് അങ്ങനെ കൊടുക്കണോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നോട് ഈ എമൗണ്ട് ഒന്നുമല്ല, വലിയ എമൗണ്ട് ആണ്. അല്ല, ഇവിടെ നമ്മളുടെ അടുത്തൊക്കെ 2 രൂപ പറഞ്ഞിട്ടില്ല. എന്നോട് 5 ആവാം. മറ്റു ചില ജില്ലകളിലെ ബാറുടമകളുമായി ഞങ്ങൾ ബന്ധപ്പെട്ടെങ്കിലും പരിചയക്കുറവ് മൂലം പല കാര്യങ്ങളും തുറന്നു പറയാൻ ഇവർ കൂട്ടാക്കിയില്ല. ബാറുടമകളുടെ പണപ്പിരിവും അതിന്റെ വിതരണവും പുതിയ കാര്യമല്ല. എന്നാൽ കേസ് അനുകൂലമാക്കാൻ വേണ്ടിയാണ് പണപ്പിരിവെങ്കിൽ സ്ഥിതി അത്രയും സ്ഫോടനാത്മകമാണ്. കാര്യങ്ങൾ അന്വേഷിക്കപ്പെടേണ്ടതും. തിരുവനന്തപുരത്ത് നിന്ന് സേഫ് സൈനുൽ ആബ്ദീൻ, റിപ്പോർട്ടർ.